ദാസപ്പോ എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ. എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്ന് നോക്കിക്കേ. ചേട്ടാ ചേട്ടാ കാട്ടോർമ്മ ചേട്ടാ, ആമ്പൽപ്പൂ പറിച്ചത് പറിക്കാനുള്ള ശ്രമമൊക്കെ നടക്കുന്നവിടെ. പറിച്ച തലക്കടിക്കുന്ന മൂപ്പര് പറഞ്ഞേ. അതൊക്കെ കേട്ടാണെങ്കിൽ ഒരാൾ പറിച്ച് ആമ്പൽപ്പൂണ്ട് അതൊന്നും പുറത്തേക്കല്ലേ പെരടി കിട്ടോ അങ്ങോട്ട് വരുമ്പോ. ഈ പേണ്ട് ഏഴായിട്ടോ. ഈ തെണ്ടി നോക്കിയോ, ഇത് ഫ്രീ ആക്കി ചവിട്ടാ നോക്കിയോ. അഡ്ഡക്കിക്കണി റെഡ് ടീമാണ് ബാക്കിലിട്ടോ. ഈ ഷോ കഴിഞ്ഞ കൂടെ ഉള്ളത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്, വെൽക്കം ടു ടെക് ട്രയാങ്കിൾ ടവർ. അപ്പൊ ഗൈസ് നമ്മളൊരു പെഡൽ ബോട്ടിൽ കയറിയിരിക്കുകയാണ്. ഇതിൽ കുടുങ്ങിയിട്ട് സൈഡ് ചെക്ക നല്ല ചവിട്ട ആദ്യം ചവിട്ടണം കേട്ടോ. അപ്പൊ ഇവിടെ ഞാൻ എത്തിയത് കണ്ടേക്ക്. അപ്പൊ എന്ത് ചെയ്യാറ്, ആദ്യം ഇതൊന്നും നോക്കണ്ട, ലൈക്ക് ചെയ്യട്ടോ. ലൈക്ക് ചെയ്തപ്പോൾ തന്നെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. പിന്നെ സബ്സ്ക്രൈബ് മറക്കണ്ട, തൊട്ടപ്പുറത്ത് ബെല്ലേക്ക് വേണമെങ്കിൽ ജസ്റ്റ് നെക്കി വെച്ചേക്കും. എന്നാൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ഞാൻ ലഭിക്കും കേട്ടോ. അപ്പൊ എന്ത് ചെയ്യാറോ, നമ്മൾ എങ്ങനെ കയറിയ കണ്ടേക്ക് നമ്മൾ കണ്ടുപോവാ. നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് എന്താണോ സംഭവം, കർലാട് ലേക്ക് കേട്ടോ. അപ്പൊ ഈ കർലാട് ലേക്ക് എവിടെയെന്ന് വെച്ചാല് എവിടെ പോയി കാവുമന്നത്താണ് കർലാട് ലേക്ക് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു ലൈക്ക് പറഞ്ഞാൽ ഒക്കെ അല്ലെങ്കിൽ എന്തൊക്കെ സംഭവങ്ങളാണ് നടക്കുന്നത്, ജിപ്പിങ്, അതുപോലെ തന്നെ കയാക്ക്, ബോട്ടിങ്, ഒരുപാട് സംഭവങ്ങളുണ്ട് ഇവിടെ. ഇവർ പറയുന്നത് തന്നെ കേരളത്തിൽ ലൈക്കിനെ ക്രോസ് ഉള്ള ഒരു ഫസ്റ്റ് ജിപ്പിങ് ഇവിടെ ഉള്ളതൊക്കെ പറയുന്നത്. നോക്കാം അല്ലേ. ഓൺലി ഇൻ ഓൺലി ഇൻ വയനാടാണ് പറയുന്നത്. അല്ലേ, വയനാട് ആണോ? ഓൺലി ഇൻ വയനാട്. അപ്പം ഇങ്ങനെയൊക്കെ പറയുന്നത്. ദെൻ നമുക്ക് പോയി നോക്കല്ലേ. അപ്പോൾ ചെറിയ ഗാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മളിങ്ങനെ പോവാൻ നിൽക്കണ്ട. ഇതൊരു സ്റ്റാഫും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ 2-3-4 ടീമുണ്ട് കേട്ടോ. 2-3-4 ടീമുണ്ട്, നോക്കാം. അപ്പോൾ നമ്മൾ പിന്നെ സ്റ്റെപ്പ് ഉണ്ടങ്ങൾ, അതായത് ക്യാനുമായി ഒരുപാട് ക്യാനുകൾ കൂട്ടിച്ചിട്ട് അതിന് വേണ്ടി നടക്കുന്നത്. നമ്മളൊരു എന്താ പറയുക, ഇൻ്റർലോക്കിനൊക്കെ ഒരു വേറെ വെറൈറ്റി മോഡലാണ് കേട്ടോ. ടിക്കറ്റ് ആശാൻ എടുത്താണ്. പ്രോട്ടീൻ ജെറ്റ് എന്താ പറയുക കേട്ടോ. ഇതുപോലെ നമ്മളെന്താ പറയുക, ഒരു പറഞ്ഞാൽ ഇങ്ങനെ ക്യാൻ അങ്ങനെ പറയണ്ടെന്ന് പറഞ്ഞു. പ്രോട്ടീൻ ജെറ്റ് എന്ന് പറയാൻ പറഞ്ഞു. കുഴപ്പമില്ല, നല്ല പേരാണ്. അപ്പോൾ ഇനി പോകാൻ നോക്കുകയാണ്. ഫൈസൽ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഫൈസൽ റെഡി നടത്തും. അടുത്തായിട്ട് ടിക്കറ്റ് കാണാനല്ല, ടിക്കറ്റ് കാണാനല്ല പരിചു. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ആ ട്യൂൺ ഇടാം. കിട്ടി 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 സാധനം കിട്ടി. 3 പെടല്. അപ്പൊ നമ്മളെ പോവാൻ നിക്കണം. പോകുമ്പോ ഈ കോട്ടൊക്കെ ഇടുന്ന നിർബന്ധമാണ് കേട്ടോ. അപ്പം എങ്ങനെയും കുത്തി പൊളിച്ചിട്ടാ മതി. അത് റെഡി, വാ എന്നാ വാ. അങ്ങനെ ഉദ്ഘാടനം ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഫസ്റ്റ് യൂട്യൂബർ വെള്ളത്തിൽ കയറിയിരിക്കുന്നു. അംബിക നവാസ്. ഓക്കെ നവാസാ, അതൊക്കെ ഞാൻ ഉസൈനാണ് കയറാൻ പോകുന്നത്. ഉസൈൻ ഫുൾ ദമ്മിൽ നിൽക്കാണ്, കയറിക്കോന്നാണ്. പെരടി കിട്ടോ അങ്ങോട്ട് വരുമ്പോ. അതാണ്. അതുപോലെ തൽക്കാലം പറഞ്ഞു വിട്ടിട്ടുണ്ട്. ആ വണ്ടി എവിടേക്ക് എത്തുമെന്തോ. ഏതായാലും ഇപ്പൊ എല്ലാ ആവേശത്തോടെ ചവിട്ടുന്നു കേട്ടോ. എവിടെ എത്തുന്ന അറിയില്ല, പോയി നോക്കട്ടെ. നെക്സ്റ്റ് ആരാ? സെമി ആൻഡ് ഫൈസൽ. സെമി കയറോണ്ട് അറിയില്ല, വെള്ളത്തിന്റെ ഭാഗം താന്നു പോയിട്ടുണ്ട്. വെള്ളത്തിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഇവർക്കിത് ഫസ്റ്റത്തെ ഒരു അനുഭവമാണ് കേട്ടോ. ആദ്യത്തെ വെള്ളത്തിൽ വെള്ളം കയറിയതിട്ടു. എന്തായാലും കയാക്കല്ല, പെഡൽ ബോട്ട്. അതായത് പെഡൽ ബോട്ട്. കയാക്ക് 2 സൈഡിലും തോന്നുന്നല്ലേ. ഈ സാധനം കയാക്കുണ്ട്. ആ മനസ്സിലായി, തോയല്ലോ. അപ്പൊ ആ വണ്ടി പറഞ്ഞിട്ടിരിക്കുന്നു. ഞാൻ അടുത്ത വണ്ടി ഇതാണ്ടോ. തള്ളിയല്ലേ. അപ്പൊ സംഭവം അങ്ങനെ തൊഴിഞ്ഞ് ഇവിടെ തിരിക്കാം കേട്ടോ.
ആദ്യം ചവിട്ടുണ്ട്. ഇതിന്റെ ഗിയറും ലിവറൊക്കെ ഇവിടെ തന്നെയുണ്ടോ സംഭവിച്ചാലേ ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ ഒരു ബോട്ടിൽ കയറുന്നോ. ഞാൻ ശരിക്കും തോണിയൊക്കെ വെച്ച് വെറുതെ ഇങ്ങനെ തുഴഞ്ഞു നോക്കിയിട്ടുണ്ട്, അല്ലാതെ വേറെ സംഭവങ്ങളൊന്നുമില്ല. സംഭവം സ്പീഡ് ഇട്ടോ, ആ സ്പീഡ് വെച്ചാൽ എങ്ങനെ പോകുന്നുണ്ട്. പിന്നെ കുറഞ്ഞ പൈസ കൊടുത്തു, വലിയ പൈസ ഒന്നും ആയില്ല. എത്ര പൈസ തരും? ഒരു വണ്ടിക്ക് 230 സോറി 200 രൂപ കേട്ടോ. അതായത് ഇപ്പം 2 ആൾക്ക് 200, അതായത് 4 ആൾക്കാണെങ്കിൽ 350 എടുത്തു. അപ്പം എന്ത് ചെയ്യാണത്? ഏതായാലും 2 ആൾക്ക് 200 അല്ലേ. അപ്പോൾ ഞങ്ങൾ 6 ആളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ 2 വണ്ടി ഓരോ വണ്ടി ചേർക്കാമെന്ന് വിചാരിച്ചു. എന്നാലും 50 രൂപ നഷ്ടപ്പെടുള്ളൂ ഒരു വണ്ടി കയറുന്നാൽ. അപ്പം ഞാൻ എന്ത് ചെയ്തു, അങ്ങനെ ആക്കാൻ വിചാരിച്ചു. നമ്മുടെ ടീം അടുത്ത് തിരിക്കുകയാണ്. ഞാൻ തിരിച്ച് നീ ഇറങ്ങാം. അത് നമ്മുടെ ടീമാ സഞ്ജു. ഓ ഇപ്പൊ ഏതാണ്ട് 7 ആയിട്ടോ. ഈ തെണ്ടി നോക്കിയോ, ഇത് ഫ്രീ ആക്കി ചവിട്ട നോക്കിയോ അടക്കിക്കണി. അപ്പൊ ഞങ്ങൾ മത്സരം വെച്ചിരിക്കുകയാണ്. ഇങ്ങോട്ടല്ല അങ്ങോട്ടല്ലോ, ഇവിടെ ലാസ്റ്റ് പോട്ടെ. ചവിട്ടി തകർക്കാൻ നിൽക്കുകയാണ്. അയ്യോ അങ്ങോട്ടില്ല, തിരിച്ച് ഇത് ഗീറാണ്. ചിന്തിക്കാട് നേരെ പിടി. യോ 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 തിരിച്ചാ മതി. ചന്ദ്രനെ തോപ്പിക്കലാവില്ല മക്കളെ. അത് റിമോട്ടിനോടുണ്ട്. ഉഷാറാണ്. നമ്മളെ പെട്ടി പഴയതാ. എങ്ങോട്ട് കയറാ? ചവിടി 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 എന്താണ്? അപ്പൊ അവിടെ വൈറ്റ് ബാഗിന് ബാക്കിൽ എത്തിയിരിക്കുന്നു. റെഡ് ടീമാണ് ബാക്കിലിട്ടോ. ഈ ഷോകളിന്റെ കൂടെ ഉള്ളത്, ഈ ഷോകളിന്റെ കൂടെ ഉള്ളത്, ഈ ഷോകളിന്റെ കൂടെ ഉള്ളത്. പാടാ പാടാണ് ചന്തതി വലിച്ചു കിട്ടണ്ടേ. ഒരുപാട് ആൾക്കാരുണ്ട് ഇതിന്. ഞങ്ങൾ ബസ് എത്തിയിരിക്കുന്നത്. അവിടെ കൂട്ടൂലട്ടോ. വൈറ്റ് ആക്കി ബാക്കിലെത്തിയിരിക്കുകയാണ്. ല്ലേ ഈ കാലൊക്കെ നീണ്ടു നിർത്തി കിടക്കാണ്. കാല തടാകല്ലേ, സോറി തടാകം നീണ്ടു നിർത്തി കിടക്കാനല്ലേ. ഒരുപാട് ആൾക്കാർ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മളും ചെയ്യുന്നുണ്ട്. ആമ്പൽപ്പൂ പൂവില്ല കേട്ടോ, ആമ്പൽ മാത്രമല്ല ആ സൈഡിലൊക്കെ പോകും. ആ സൈഡിൻ്റെ പൂവ് പറിക്കുന്നൊക്കെ പറഞ്ഞോ. അതുകൊണ്ട് എന്തായാലും പറിക്കാൻ നടക്കൊന്നുമില്ല, നമ്മൾ പറിക്കൂല, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. പിന്നെ എന്ന് വെച്ചാൽ ഇവിടെ കാണാമെന്ന് വെച്ചാൽ ജിപ്പിലാണ്. ജിപ്പിലാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലായിരുന്നു, വയനാട്ടിലെ തടാകത്തിന് ഏറ്റവും ടോപ്പ് കൂടുതലുള്ള ജിപ്പിലും ഇവിടെ ഉള്ളത് പറയുന്ന പേര്. ജിപ്പയും കാണാൻ പറ്റുന്നതായില്ല. അങ്ങനെ ജിപ്പിനൊക്കെ എത്തിയിരിക്കുകയാണ്. ആമ്പൽപ്പൂ പറിച്ചത് പറിക്കാനുള്ള ശ്രമമൊക്കെ നടക്കുന്നു ഇവിടെ. പറിച്ച തലക്കടിന്നൊക്കെ മുമ്പ് പറഞ്ഞേ, അതൊക്കെ കേട്ടിടയ്ക്ക് ഒരാൾ പറിച്ച്. ആമ്പൽപ്പൂ ഉണ്ട്, അതൊന്നും പുറത്തേക്കരുതേ. പെരടിക്ക് ഇട്ടോ അങ്ങോട്ട് വരുമ്പോ. മത്സരത്തിനുണ്ടോ? അങ്ങനെ നമ്മള് മത്സരത്തിൽ ജയിച്ചിരിക്കുകയാണ്. തട്ടി തട്ടി മതി കൊതുക്കെ. ഓ ചേട്ടാ കോയക്ക് കേട്ടോ, കോയക്ക് രക്ഷയില്ല. അത്യാവശ്യം
ഇനി മത്സരത്തിലുണ്ടോന്ന് അപ്പൊ നമുക്ക് നോക്കല്ലേ മത്സരിച്ച് നോക്കല്ലേ അതൊരു ആഗ്രഹമല്ലേ. എനിക്ക് തോന്നില്ല ജയിക്കുന്നുള്ളത്. കാരണം ഞാൻ അതിലുള്ളത് എനിക്കറിയാമോ കാട്ടുന്നില്ല കാട്ടുന്നത് ചാകാണ്. അയ്യോ ഹെവി ഡ്രൈവർ ഉണ്ട് നവാസ്. ഒറ്റക്ക് മതി നമ്മളെ വിജയിക്കാൻ. അപ്പൊ തുടങ്ങല്ലേ നീ കറക്കി കേട്ടോ നമ്മൾ വന്നെടുത്ത് കേട്ടോ. അപ്പൊ ഇത് വാശിയൊരു മത്സരമാണ് guys. അപ്പൊ തുടങ്ങാൻ പോണ്. ആയോ 1 2 3 Yes. അപ്പൊ സ്റ്റാർട്ട് ചെയ്യണേ. പുറത്തുനിന്ന് മണിക്കാരൊക്കെ ചവിട്ടിച്ചാണ്. ഒരുപാട് ടീമുണ്ട്. ഒരു കുഞ്ഞു കുട്ടി നമ്മൾ കൈയാട്ടുന്നുണ്ട് അവിടുന്ന്. പേടില്ല ചോദിച്ചാ സംഭവം സുഖമാകുമ്പോ മറിഞ്ഞാലും പേടിക്കണപ്പോ തൊയമ്പ് പേടില്ല. അതമ്മ കുഴിക്ക് ഇറങ്ങിയിരിക്കാം അങ്ങ് ഫ്രീ ആയിട്ട് പോവും. അങ്ങനെ രണ്ടാം കൂടി ബാലൻസ് ചെയ്തിരിക്കല്ലേ അല്ലേ അത് സംഭവം ഉള്ളത്. നൈസായിട്ട് തോറ്റെന്ന് പറയുന്നില്ല ഞങ്ങൾ ജയിച്ചിട്ടുണ്ടോ? ജയിച്ചിട്ടുണ്ട്. തോറ്റൊന്നും പറയല്ല ഗൈസ്. തോറ്റു 3 കളി കളിച്ചതും തോറ്റിരിക്കുകയാണ് കേട്ടോ. എന്റെ കൂടെ കട്ടക്ക് ഉസേന്നുള്ള ജയിച്ചോ. താരം തോൽപ്പിച്ച ആള് നമ്മളപ്പം ജയിപ്പിച്ച ആളാണ് ഇതേ ഈ കിടക്കണം. അപ്പൊ സംഭവിച്ചാലേ കാവമന്നത്താണ് സ്ഥലം. വയനാട് കാവമന്ന സ്ഥലത്താണ്. അപ്പോൾ കർലാട് ലൈക്ക് അങ്ങോട്ട് പറയാം. അപ്പൊ എന്താ വെച്ചാൽ നമ്മൾ വീഡിയോ ജസ്റ്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്ത് ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിച്ചേക്കാം. എന്നാലും മാത്രമായിരിക്കും നെക്സ്റ്റ് ടൈം വീടുമ്പോൾ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ലഭിക്കത്തുള്ളൂ. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ കാണുന്നത് സൈനിങ് ഔട്ട്.